ആസന്നമാകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുൻപിൽ കണ്ടുകൊണ്ട് വർഗീയതയ്ക്കെതിരായി ഘോരഘോരം വാചക കസർത്ത് നടത്തി രംഗത്തിറങ്ങിയ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ന്യൂനപക്ഷത്തിന്റെ വർഗീയതയായാലും ഭൂരിപക്ഷത്തിന്റെ വർഗീയതയായാലും കോൺഗ്രസ് അതിനെ ശക്തമായി എതിർക്കുമെന്നായിരുന്നു സതീശന്റെ പ്രസ്താവന. എന്നാൽ കോൺഗ്രസിന്റെ ജമാഅത്ത് ഇസ്ലാമി ബാന്ധവത്തെക്കുറിച്ച് മാധ്യമങ്ങൾ നടത്തിയ കൗണ്ടർ അറ്റാക്കിന്റെ മുൻപിൽ കടും പടർപ്പും തല്ലിയ സതീശൻ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ ചേരിയായ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വാങ്ങിയിട്ടുണ്ടെന്നല്ലാതെ അതിലപ്പുറവും അവരുമായി ഒന്നുമില്ലെന്നുള്ള ഒരു ആളെ പൊട്ടന്മാരാക്കുന്ന മുട്ടാതർക്കം പറഞ്ഞ് അതിനെ നിസ്സാരവൽക്കരിക്കുകയായിരുന്നു. ഇന്ത്യയെ വർഗീയതയുടെ വിഷമമിപ്പിക്കുന്ന ചേരിയാക്കി മാറ്റുവാൻ കഠിനാധ്വാനം ചെയ്യുന്ന ജമാഅത്ത് ഇസ്ലാമിയിലെ കൊടിയ വർഗീയവാദികൾ തന്നെ അംഗങ്ങളായിരിക്കുന്ന പാർട്ടിയോട് സഹകരിച്ചിട്ട് തങ്ങൾ സഹകരിക്കുന്നത് വെൽഫെയർ പാർട്ടിയുമായാണ്, അല്ലാതെ ജമാഅത്ത് ഇസ്ലാമിയുമായല്ല. അതുകൊണ്ട് തങ്ങൾ മതേതര പുണ്യാത്മാക്കൾ എന്ന മട്ടിൽ നടത്തിയ വർഗീയ വിരുദ്ധ പ്രസ്താവനയിൽ കടിച്ചു തൂങ്ങിയ പ്രതിപക്ഷ നേതാവ് അയ്യേ കമ്പിളിപ്പിച്ചേ എന്ന മട്ടിൽ പ്രബുദ്ധ കേരളത്തെ നോക്കി പരിഹസിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ തങ്ങൾ ഇസ്ലാമിക മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടില്ലെന്നും ഇസ്ലാമിക രാഷ്ട്രവാദത്തെ വിമർശിക്കുന്നവർ അതിനെക്കുറിച്ച് പഠിക്കണമെന്നും മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നവർക്ക് ഇസ്ലാമിക രാഷ്ട്രവാദത്തെ തള്ളിപ്പറയാനാകില്ലെന്നും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മൗലിക പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവുമെന്നും ആരാധനാ കർമ്മങ്ങൾ പോലും അതിൻ്റെ പൂർണ്ണതയോടെ നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവും ഉണ്ടാകണമെന്നും ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭരണാധിപനായ ഖലീഫയോ അല്ലെങ്കിൽ അയാൾ നിശ്ചയിക്കുന്ന ഗവർണറോ ഉദ്യോഗസ്ഥനോ ആണ് മതപരമായ അനുഷ്ഠാനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടതെന്നും വ്യക്തമാക്കിക്കൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറി മഹദ് കാരക്കുന്ന് നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വി.ഡി. സതീശനായുള്ള മറുപടിയായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരോ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം സതീശന്റെ മതേതര ഗീർവാണത്തിന് കൃത്യമായി മറുപടി എന്നവണ്ണം ഇതേ മുഹമ്മദ് കാരക്കുന്ന് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്റെ പ്രസംഗ വിഷയം ആവർത്തിക്കുകയും ഇസ്ലാമിക രാഷ്ട്രവാദത്തെ ഊന്നിപ്പറയുകയും ചെയ്തതോടെയാണ് സതീശൻ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഷൗക്കത്തിനെ ജയിപ്പിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം തന്റെ തലയിൽ മാത്രമാണെന്ന് ധരിച്ചുവശായ സതീശൻ അന്ന് പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമി ഇപ്പോൾ പഴയതുപോലെയല്ല, അവർ മതരാഷ്ട്രവാദമൊക്കെ ഉപേക്ഷിച്ച് നല്ല പിള്ളകളൊക്കെ ആയിരുന്നു എന്നാണ്. എന്നാൽ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ലാത്ത മതരാഷ്ട്രവാദം ജമാഅത്ത് ഇസ്ലാമികൾ ഉപേക്ഷിച്ചെന്ന അലങ്കാര വെടിപൊട്ടിച്ചുകൊണ്ട് വി.ഡി. സതീശൻ അന്ന് നടത്തിയ ഇലക്ഷൻ തള്ള് ഇപ്പോൾ അടപടലം ചീറ്റിയിരിക്കുകയാണ്. അതുകൂടാതെ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സതീശൻ പറഞ്ഞത് സൗഹാർദ്ദത്തിന്റെ അജണ്ട മുൻപോട്ട് വെക്കുന്നവരാണ് വെൽഫെയർ പാർട്ടിയെന്നും അവരെ തള്ളിപ്പറയേണ്ട കാര്യമില്ലെന്നും അവർ കേരളത്തിൽ യാതൊരു വയലൻസും ഉണ്ടാക്കിയിട്ടില്ലെന്നുമായിരുന്നു. ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുവാൻ ജമാഅത്ത് ഇസ്ലാമി മുഖം മിനുക്കി ഇറങ്ങിയിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയറുകൾ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നതിന് എന്തെങ്കിലും തെളിവ് താങ്കളുടെ കയ്യിലുണ്ടോ എന്ന് അവതാരകൻ ചോദിക്കുമ്പോൾ അവർ കേരളത്തിൽ ഒരു വയലൻസും ഉണ്ടാക്കിയിട്ടില്ലെന്നും CPM ആണ് ഈ വർഗീയത ഉണ്ടാക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അരിയത്ര എന്ന ചോദ്യത്തിന് പയറഞ്ചാഴി എന്ന പരമ്പരാഗത മുട്ടാതർക്കം പറഞ്ഞ് സതീശൻ വിഷയത്തിൽ നിന്ന് തന്ത്രപരമായി സ്കൂട്ടാകുമ്പോൾ എന്ത് മറുപടി പറയണമെന്നറിയാതെ കേരളത്തിലെ പൊതുജനം വായും പൊളിച്ച് നിൽക്കുകയാണിപ്പോൾ. ഇന്ത്യ പാക് വിഭജനത്തിന് മുൻപ് 1941 ലാഹോർ കേന്ദ്രമായി സയ്യിദ് അബ്ദുൽ അൽ മൗദി എന്നയാൾ സ്ഥാപിച്ച ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് പരിശോധിച്ചാൽ മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇസ്ലാമിക തത്വങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ നീതിയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് ഇവർ എന്ന് മനസ്സിലാകും. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇവർ മറ്റ് രാജ്യങ്ങളെല്ലാം തീവ്രമായ നിലപാടുകൾ സ്വീകരിക്കുകയും ഭീകര പ്രവർത്തനങ്ങളിൽ മുഴുകുകയും ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് എന്ന പേരിൽ തെല്ല് അച്ചടക്കം കാണിക്കാറുണ്ടെങ്കിലും വായ് തുറന്നാൽ വർഗീയതയും പ്രകോപനപരമായ ആശയങ്ങളുമാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നാനാജാതി മതസ്ഥർ ചേർന്ന് ജനാധിപത്യപരമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ഭരണവ്യവസ്ഥ അട്ടിമറിച്ച് ഇസ്ലാമിക ഭരണകൂടം കൊണ്ടുവരണമെന്നും ശരീഅത്ത് നിയമം നടപ്പാക്കണമെന്നും മുസ്ലിം അല്ലാത്ത മറ്റ് മതസ്ഥരെല്ലാം മുസ്ലിം മതത്തിലേക്ക് മാറണമെന്നും അല്ലെങ്കിൽ കനത്ത തുക കപ്പമായി കൊടുത്ത് ജീവിക്കണമെന്നും ശഠിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഇവരുടെ മതരാഷ്ട്രവാദം. മതരാഷ്ട്രവാദം ഒഴിവാക്കിയുള്ള ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് ചിന്തിക്കാൻ പോലും അവർക്ക് കഴിയില്ല. അവരുടെ ലക്ഷ്യം നിറവേറ്റിയെടുക്കുന്നതിനുള്ള നൂതന മാർഗമെന്ന നിലയിലാണ് വെൽഫെയർ എന്ന പേരിൽ രാഷ്ട്രീയ മുഖമണിഞ്ഞ് ഇവർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അടിസ്ഥാനപരമായ ഒരു ലക്ഷ്യമേ അവർക്കുള്ളൂ, അത് ഭാരതത്തെ ഇസ്ലാമിക മതരാജ്യമായി മാറ്റി സ്ഥാപിക്കുക എന്നത് മാത്രമാണ്. ജമാഅത്ത് ഇസ്ലാമിയെ ശത്രുപക്ഷത്ത് നിർത്തുന്നില്ലെന്നും ന്യൂനപക്ഷങ്ങൾ വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിൽ അവരെ കൂടെ ചേർത്ത് നിർത്തണമെന്നും കഴിഞ്ഞ ദിവസം ലീഗിന്റെ വലിയ നേതാവ് പാണക്കാട് മുനവർ അലി പറഞ്ഞപ്പോൾ അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി എന്നാൽ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ വാക്താക്കളാണെന്നും ലീഗ് പറഞ്ഞത് എന്താണെന്ന് അറിയില്ലെന്നും വ്യക്തമാക്കി ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് കാന്തപുരം അബൂബക്കർ മുസല്ലിയാർ രംഗത്തെത്തിയത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വത്തിലെ ഒരു പക്ഷം എതിർത്തിട്ടും അതിനെ തള്ളിക്കൊണ്ട് ജമാഅത്ത് ഇസ്ലാമി പ്രേം മൂത്ത് ആരുടെ വോട്ട് വാങ്ങി ജയിക്കണമെന്ന് പ്രസ്താവിച്ചുകൊണ്ട് സതീശൻ മുൻപോട്ട് പോകുകയായിരുന്നു.
പിന്നാലെ ഇസ്ലാമിലെ പണ്ഡിത സംഘമായ സമസ്ത പോലും പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമി അപകടകാരികളാണെന്ന്. അവർ ഇസ്ലാമിലേക്ക് നുഴഞ്ഞു കയറി അതിനെ നശിപ്പിക്കുമെന്ന്. ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് സതീശിനേക്കാൾ നന്നായിട്ട് അറിയാവുന്ന സമസ്തയും കാന്തപുരവുമൊക്കെ പറഞ്ഞുകൊടുത്ത ഗുണദോഷം അംഗീകരിക്കുവാൻ പോലും മനസ്സില്ലാത്ത ജമാഅത്ത് ഇസ്ലാമി വാഴ്ത്തുപാട്ടായി ഇറങ്ങിയിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് കേരളത്തെ മറ്റൊരു ബംഗ്ലാദേശ് ആക്കി മാറ്റുമോ എന്നുള്ള ആശങ്കകളാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. ഇനി സതീശന്റെ ഊഴമാണ്. അത് കേൾക്കുവാൻ കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ്.